പാലത്തിന്റെ ഭാഗത്ത് ഹോൾ ഇട്ടാണ് കേട്ടോ. ഫോർ കട്ടിങ് എത്ര വേഗത്തിലാണ് അവര് ചെയ്യേണ്ട മെഷീന് ഉപയോഗിച്ച്. NH66 പുതിയൊരു അപ്ഡേറ്റ് കോഴിക്കോട് കോരപ്പുഴ പാലത്തിന്റെ ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഡിസൈനിലുള്ള ഒരു ഗർഡർ ആയിരുന്നു. അതിന്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈകി ഈ ഭാഗത്തേക്ക് വരാന്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. കുറച്ച് ഭാഗത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അടുത്ത് പോയി നോക്കാം. ഇവിടെ പഴയ റോഡാണ് ഈ കാണുന്നത്, പഴയ പാലം. പഴയ പാലത്തിന്റെ മുകളില് ഇവിടെ ഒരു റെയിൽ പാളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് റെയിൽ പാളങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ മുകളിലൂടെ ഇവിടെ കാണുന്നില്ല ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിലൂടെ ഇത് പാലങ്ങൾ എടുത്തു വെക്കുന്നത്, പാലത്തിന്റെ വലിയ ഗർഡറുകൾ എടുത്തു വെക്കുന്നത്. ഇവിടെ അതിനെ ഉപയോഗിക്കുന്ന ഒരു ജനറേറ്റർ, അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെയും കാണാം. അപ്പൊ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന ഒരു വഞ്ചി പോലത്തെ ഒരു ടൈപ്പാണ് ഗർഡറാണ് ഇവിടെ വന്നിട്ടുള്ളത്. കുറെ ഭാഗത്തേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് എവിടുന്ന കൊണ്ടുവന്നുള്ള ഒരു ഗർഡറാണ്, ഇവിടെ വെച്ചൊന്നും നിർമ്മിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി കമ്പിയൊക്കെ ചെയ്ത് വാർപ്പ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പൊ ഒരു വ്യത്യസ്ത ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉൾവശത്ത് കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ പൈപ്പുകളൊക്കെ ഉണ്ട്, വയറ് ഒക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ഡിസൈനിലാണ്. ഇനി ഈ പാലവും രണ്ട് പാലം കൂടെ ജോയിന്റിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ഡിസൈന് വന്നിട്ടുള്ളതെന്ന് അറിയാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ അറിയാം എങ്ങനെ ആയിരിക്കും ഇതിന്റെ വർക്കുകൾ എന്ന്. ഇവിടെ കഥ ജോയിന്റിങ് വരുന്ന ഭാഗം ഇവിടെയാണ്, കണ്ടില്ലേ? ഈ ഭാഗം ജോയിന്റിങ് ചെയ്യാനുള്ള ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റാൻഡിന്മേലാണ് ഇപ്പോൾ ഇത് കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് സാധാരണ ഈ ഫില്ലർ വരുന്ന ഭാഗം, ഇങ്ങനത്തെ ജോയിന്റിങ് വരുന്ന ഭാഗത്ത് ഒരു കട്ട വെച്ച് കൊടുക്കല്, ഒരു റബ്ബർ കട്ട, ആ റബ്ബർ കട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ 3 ഗർഡറുകൾ ആണ് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞു. അത്യാവശ്യം നീളമുള്ള ഒരു ഇരുമ്പ് ഗർഡറാണ് ഇത് വന്നിട്ടുള്ളത്. ഇരുമ്പ് ഗർഡർ ഇതുപോലെ നീളം കൂടിയത് നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കോഴിക്കോട് ഭാഗത്താണ് ഇത് ഈ ടൈപ്പ് മോഡല് ഗർഡറുകൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി പുറക്കാട്ടീരി പാലത്തിന്റെ ഭാഗത്തും ഇതുപോലുള്ള ഒരു ഗർഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ഭാഗത്ത് വെച്ച് കഴിഞ്ഞു. 1 2 3 4 5 പില്ലറിന്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് അവിടെ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്, അതിന്റെ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഭാഗത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റെയിലിലൂടെ ഇങ്ങനെ കൊണ്ടുപോയതാണ്. മഴ ആയതുകൊണ്ടായിരുന്നു ഈ ഭാഗത്തേക്കൊക്കെ വീഡിയോ എടുക്കാൻ വരാത്തത്. അപ്പോൾ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സും വ്യൂ ആയതുകൊണ്ടും അപ്പോൾ വൻ നഷ്ടങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു വരാത്തത്. ഇപ്പോൾ ഇന്ന് മഴയില്ല, അതുകൊണ്ട് വന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ, നിങ്ങളെ ലൈക്ക് ചെയ്യുക, നിങ്ങളതായിട്ടുള്ള ഒരു സപ്പോർട്ടൊക്കെ തരിക. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഈ പാളത്തിന്റെ ഭാഗങ്ങളൊക്കെ വീണ്ടും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തേക്കൊക്കെ പാളം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽ പാളത്തിന്റെ വർക്കാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ ഈ ജോയിന്റിങ്ങിന്റെ ഭാഗത്തുള്ള ഈ റബ്ബർ കട്ട വെക്കൂലേ, ആ സംഭവങ്ങളും ഇതിന്റെ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ചാണ് ഇത് എടുത്തു വെക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള വർക്കുകളൊക്കെ ആയിരുന്നു. എത്ര വേഗത്തിലാണ് ഇത് കഴിഞ്ഞതില്. ഇത് സെറ്റ് ചെയ്യാനായിരുന്നു കുറെ സമയം എടുത്തിരുന്നത്. ഈ റെയിൽ പാളം സെറ്റ് ചെയ്യാനും അതുപോലെ ഈ ട്രെയിന് പോലുള്ള ഈ സംഭവം സെറ്റ് ചെയ്യാനൊക്കെയാണ് കുറെ സമയം എടുത്തിരുന്നത്. പാലം ഇങ്ങോട്ട് എടുത്തു വെക്കാന്, ഗർഡർ എടുത്തു വെക്കാന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ഭാഗത്ത് വെച്ച് കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് വെക്കാനുള്ളത്. 1 2 3 4 5 ഫില്ലറിന്റെ മുകളിൽ ഇനി വെക്കാനുള്ളത്. ഇവിടെ ഏകദേശം ഒരു 5 എണ്ണത്തിന്റെ മുകളിലാക്കി പകുതിയോളം ഭാഗത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ.
അപ്പൊ ഇതാണ് വർക്കേഴ്സ് ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ജാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് മാറ്റാനുള്ള വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോന്നറിയില്ല, കുറച്ച് കുരങ്ങന്മാര് കയറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഈ വർക്കേഴ്സിന്റെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അവിടെയൊക്കെ കുറെ കുരങ്ങന്മാര് വന്നിട്ടുണ്ട്. ഇതുവരെ കാണാത്തതാണ്. ഈ മെഷീനറീസിന്റെ മുകളിലൊക്കെ കയറി നടക്കുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് ഭാഗത്തേക്ക് പോവാന് ഒറ്റ ലൈനായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കണ്ടില്ലേ? ഇവിടുന്ന് കണ്ണൂർ ഭാഗത്തേക്ക് 2 ലൈനായിട്ടും കോഴിക്കോട് ഭാഗത്തേക്ക് ഒറ്റ ലൈനായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്, പ്രയാസം ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് ഉണ്ടാവും. പാലത്തിന്റെ ഭാഗത്ത് ഹോൾ ഇട്ടാണ് കേട്ടോ. ഫോർ കട്ടിങ് എത്ര വേഗത്തിലാണ് അവര് ചെയ്യേണ്ട മെഷീന് ഉപയോഗിച്ച്. ഈ ക്രെയിനിന്റെ ഒരു സംഭവമാണ് കാണുന്നത്. കയറുകൾ ഉപയോഗിച്ച് ഒരു റോപ്പ് ആ റോപ്പ് ഉപയോഗിച്ചാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നീക്കി വെക്കുന്നത്. അപ്പൊ പഴയ പാലത്തിന്റെ ഭാഗം കട്ട് ചെയ്ത ഭാഗം തന്നെയാണ് അവര് ഇതിന് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതിന്റെ മുകളിലാണ് ഈ സ്റ്റാൻഡ് ഘടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതൊക്കെ കുറെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് അവര് താഴേന്ന് ഒരു പില്ലർ കൊടുത്ത് അതിന്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ച് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഭാഗത്തേക്ക് പില്ലറിന്റെ ഭാഗത്ത് ഗ്യാപ്പിലും ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്ന് ആദ്യം വെച്ച് സെറ്റ് ചെയ്യാണ്ട് അതിന്റെ വർക്കൊക്കെ ആണ് ഇപ്പൊ ചെയ്യാണ്ട്. ഇനി ഈ ഗ്യാപ്പില് ഈ പില്ലറിന്റെ ഗ്യാപ്പിലാണ് വെക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ ബാലൻസ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോപ്പിലാണ് പാലം തൂക്കുന്നത്. ഭയങ്കര വെയിറ്റ് ആയ ഒരു സാധനമാണത്. അത് പിടിച്ചിട്ടന്നെ നല്ല വെയിറ്റ് ഉണ്ട്. വലിക്കാൻ പോലും വയ്യ, അത്രയ്ക്കും നല്ല. അപ്പൊ ഇതിലാണ് ഇവര് ഇത് കയറ്റി വെച്ചിട്ടുള്ളത്. കണ്ടില്ല? ഈ ഭാഗം കല്ലുകളൊക്കെ കോൺക്രീറ്റ്. ഇതാണ് റെയിൽ ഈ ഒരു ടയറിലൂടെ ഈ പാളത്തിലൂടെയാണ് ഇത് മുന്നോട്ട് നീക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിനു വേണ്ട കറണ്ട് കൊടുക്കുന്ന വലിയ ജനറേറ്ററും അതിന്മേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ? ഇതാണ് ആ സ്റ്റാൻഡ്. ഇതൊക്കെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ആവശ്യത്തിനുള്ള ഓരോ ഇരുമ്പ് ഷീറ്റ് കട്ട് ചെയ്ത് നെറ്റ് ബോൾട്ടൊക്കെ ഇടാനുള്ള ഓരോ ഭാഗങ്ങളാട്ടോ. കണ്ടില്ല? ഓരോ കട്ടകള് അവര് ഇതുപോലുള്ള കട്ട ഭാഗങ്ങൾ ഇത് കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ വർക്കേഴ്സ് ഇവിടെ മെറ്റല് ആക്കിയിട്ട്. കണ്ടില്ല? ആ സൈഡിലൊക്കെ നമ്മളെ ആ റെയിൽ പാളം ഇതില് ഈ സിമെന്റിന്റെ മുകളിലാണ് ഘടിപ്പിക്കണേ. അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്നതാണ് ഈ സംഭവം. ഈ ഷീറ്റ് എന്നിട്ട് ആ ഭാഗത്തെ സിമെന്റ് ഇട്ട് അതിന്റെ മുകളിൽ വെച്ച് അതിന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. എന്തൊക്കെയോ ഐഡിയാസ് ആണല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കോരപ്പുഴ പാലം. കോരപ്പുഴ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച ഇതാണ്. ഇനി ഇങ്ങോട്ടാണ്, ഈ ഭാഗത്തേക്കാണ് ഇതൊക്കെ വർക്ക് ചെയ്യാനുള്ളത്. ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഗർഡറുകള് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സൈഡിൽ ഇങ്ങനെ വാഹനങ്ങളില് വലിയ ലോറിയിൽ വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ആവശ്യമുള്ളത് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കൊണ്ടുവരികയാണ്. ഇതാണ് മറ്റൊരു ഇതിന്റെ ഒരു ഭാഗത്തേക്ക് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡ്. ഇവിടെ ഒരു ക്രെയിൻ ഉണ്ട്. ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയും പണി നടക്കാൻ സാധ്യത ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് കുറെ കുരങ്ങന്മാരെ കണ്ടത്. അവിടെ ഉണ്ട് ആ ഭാഗത്ത്. ഇവിടെ കുറെ പ്രാവും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ മുകളിൽ വെക്കുന്ന ഒരു ഇരുമ്പിന്റെ ബോക്സുകൾ ഇല്ലേ, ഇങ്ങനെയുള്ള ഈ ബോക്സിന്റെ വർക്ക് എല്ലാ ഭാഗത്തും ഫില്ലറിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞു. ഇനി അതിന്റെ സെന്റർ വരുന്ന ഭാഗത്താണ് റബ്ബർ ബുഷ് വെച്ചിട്ട് ഒരു ഇരുമ്പ് പ്ലേറ്റ് വെക്കുന്നത്. അതിന്റെ ഭാഗങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്.
അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ വർക്ക് ഇങ്ങോട്ട് അടുത്ത് വരുന്ന സമയത്ത് ഓരോ ഭാഗം വീണ്ടും ക്ലിയർ ചെയ്യലായിരിക്കും ബാക്കി വർക്കുകളൊക്കെ. അപ്പൊ റോട്ടിൽ വെച്ചിട്ടുള്ള ഡിവൈഡറുകളൊക്കെ വണ്ടി തട്ടി പോയതൊക്കെ വീണ്ടും അവര് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിന്റെ വർക്കാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. അപ്പൊ ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് തരാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്കുള്ള കിലോമീറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. കോട്ടക്കല് 56 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇനി എനിക്ക് 56 കിലോമീറ്റർ ഇവിടുന്ന് പോവാനുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.